ഹായ് എല്ലാവർക്കും CNATസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഓർഡർ ആണ് കേട്ടോ. അത് നമുക്ക് പുറത്തുള്ള ഒരാളാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അവരുടെ നാട്ടിലെ അഡ്രസ്സിലാണ് നമ്മൾ അയക്കാൻ പറഞ്ഞേക്കുന്നത്. കണ്ണൂർക്കാണ് കേട്ടോ. കണ്ണൂരിൽ നിന്നുള്ള ഓർഡറാണ്. അത് നമുക്ക് എല്ലാം എയർലൈനേറ്റി ആണ് കേട്ടോ. 11 എണ്ണമാണ് അവർ എടുത്തേക്കുന്നത്. അപ്പോൾ 11 എണ്ണത്തിൻ്റെ ഓർഡറാണ് കേട്ടോ. അത് നമ്മുടെ അടുത്ത് ഫസ്റ്റ് ടൈം എടുക്കുന്നതാണ് കേട്ടോ. പുതിയ കസ്റ്റമറാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഇതാണ് കേട്ടോ. അവർക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. 11 എണ്ണത്തിൻ്റെ ഓർഡറാണ് കേട്ടോ. എല്ലാം എയർലൈനേറ്റി ആണ്. 2 ഷേപ്പ് നെക്കാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടത്തെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ് കേട്ടോ, റൗണ്ട് നെക്ക്. പിന്നെ ഇതാ ഒരു ചെറിയ കെട്ടുകൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് വരുന്നത്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ. നോർമൽ സ്ലീവാണ്. എല്ലാത്തിനും 11 എണ്ണത്തിനും നോർമൽ സ്ലീവാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഒരെണ്ണം. നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ ആണ്. അതിലൊരു വൈറ്റ് വന്നാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് നെക്ക് കൊടുത്തിട്ട് അതവിടെ കെട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് കെട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കെട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നോർമൽ സ്ലീവാണ്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ യെല്ലോയുടെ തന്നെ സെയിം ഒരു ഞുറുവ് നൈറ്റി, സാധാ അമ്മമാരൊക്കെ ഇടുന്ന ടൈപ്പ് പ്ലേറ്റഡ് നൈറ്റിയുടെ ചെയ്തതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് അന്വേഷിച്ചിരുന്നു ആ മെറ്റീരിയൽ ഉണ്ടോ, അത് കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് ആ മെറ്റീരിയൽ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇവർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ സെയിം മെറ്റീരിയൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ആഷ് കളറ് ഫ്ലവർ വരുന്നുണ്ട്. നമ്മൾ നെക്കയിൽ ഒരു ആഷാണ് കൊടുത്തേക്കുന്നത്. ഒരു കെട്ടുകൂടി വെച്ചിട്ടുണ്ട്. ഇതും എല്ലാം എയർലൈനേറ്റി തന്നെയാണ്. ഞാൻ വിടത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് വരുന്നത് കേട്ടോ. നോർമൽ സ്ലീവാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. മാമ്പഴമഞ്ഞയിൽ ഒരു ആഷാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. അതിൽ റെഡാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം നമ്മളൊരു ചെറിയ റെഡ് ഡിസൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ നെക്കയിൽ റെഡാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. വൈറ്റ് ബ്ലാക്കും കൂടെ വരുന്നൊരു ലേസ് കൂടെയാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. റെഡ് നെക്ക് കൊടുത്തിട്ട്. നെക്സ്റ്റ് കാണിച്ചു തരാവേ. നെക്സ്റ്റ് നമുക്കൊരു കാവി കളർ പോലത്തെ ഒരു മണ്ണ് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതിൽ നമ്മൾ വൈറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട് നെക്കയിൽ വൈറ്റാണ് പടി കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഒരു കെട്ടുകൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. ഇതാണ് വരുന്നത്. ഫുൾ ലെങ്ത് ആണ്. ചെറിയൊരു സ്ലീവാണ് കേട്ടോ വെച്ചേക്കുന്നത്. അവർക്ക് ഒരു 4 ഇഞ്ച് ലെങ്ത്തിലുള്ള സ്ലീവ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ചെറിയ സ്ലീവാണ് കേട്ടോ വെച്ചേക്കുന്നത്. എല്ലാത്തിനും ആ സെയിം സ്ലീവ് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ഗ്രീനാണ് കേട്ടോ. ഒരു എന്താ പറയണേ, ഒരു ചെറുപയർ പച്ച കളർ പോലെ. പക്ഷെ ഫോണിൽ വീഡിയോയിൽ കുറച്ചുകൂടെ വേറൊരു ഗ്രീൻ ആയിട്ടാണ് തോന്നുന്നത്. നേരി കാണുമ്പോൾ ഇച്ചിരൂടെ ഒരു ചെറുപയർ പച്ച കളറാണ് കേട്ടോ. ഇച്ചിരൂടെ ഒരു കളർ വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ബ്ലാക്കാണ് നെക്ക് കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയാം, ഡാർക്ക് ഗ്രീൻ എന്നും പറയാം കേട്ടോ. കണ്ടു കഴിയുമ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ബ്ലാക്ക് പോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ആ കളറാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഒരു കെട്ടുകൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് വരുന്നത് കേട്ടോ. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. സാധാ സ്ലീവുമാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പും ഈ ഷേപ്പുമാണ് കേട്ടോ അവർ പറഞ്ഞിരുന്നത്. രണ്ട് ഷേപ്പിൽ 11 എണ്ണത്തിലും ഈ 2 ഷേപ്പായിട്ട് മാറി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പാണ് കേട്ടോ പകുതിയാണ് വെച്ചേക്കുന്നത്. ഇതിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പ് നെക്കാണ്. റെഡയിൽ ഒരു ക്രീം കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ക്രീം കൊടുത്തേക്കുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. സ്ലീവ് ഇതാണ്. അപ്പോൾ ഒരെണ്ണം ഇതാണ്. ഇനി ഈ സെയിം നെക്ക് വരുന്ന അടുത്തതൊരു യെല്ലോ ആണ് കേട്ടോ. ഒരു നമ്മുടെ മഞ്ഞളിൻ്റെ കളറൊക്കെ അതില്ലേ, ആ കളറാണ് കേട്ടോ. അതിൽ നമ്മൾ വൈറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട് നെക്കയിൽ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഒരു യെല്ലോ എന്താ പറയുക, മാമ്പഴമഞ്ഞ കളറിൽ ഒരു ലൈറ്റ് യെല്ലോ കളറും കൂടെ, അതായത് ഒരു ഗോൾഡൻ ക്രീം പോലൊരു കളറും കൂടെ ആട്ടോ വരുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ ഇത് കളർ ഇച്ചിരി ഇതായിട്ട് കറക്റ്റായിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു ആഷ് ഫ്ലവറും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് നെക്കയിൽ ആഷ് മെറ്റീരിയൽ ആട്ടോ കൊടുത്തേക്കുന്ന പടിയ. ഇതാണ് വരുന്നത്. ഇതാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്
ഒരു മെറൂൺ ആണ് കേട്ടോ. മെറൂണിൽ വൈറ്റ് വരുന്നതാണ്. ആദ്യം നമ്മൾ കാണിച്ച യെല്ലോ ആ ഡിസൈൻ്റെ തന്നെ മെറൂൺ ആണ് കേട്ടോ. ഇത് മെറൂണിൽ വൈറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പടി കൊടുത്തേക്കുന്ന വൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള മെറൂൺ ആണേ. മെറൂണിൽ ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഡാർക്ക് ഗ്രീനയിൽ ഒരു ചെറിയ യെല്ലോയും എന്താ പറയുക റെഡ് എന്നും പറയാം, ഒരു കാവി കളർ പോലത്തെ ഒരു ഫ്ലവർ അതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മളതിന് മാച്ച് ചെയ്യണ ലൈറ്റ് ഷെയ്ഡ് യെല്ലോ പോലത്തെ നമ്മുടെ അടുത്ത് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലവറിനകത്ത് വരുന്ന ഒരു കളറിലുള്ള പടിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. ചെറിയ പൂക്കളാണേ. ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ 11 എണ്ണം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി ഇതിൻ്റെ ഓരോന്നായിട്ടുള്ള ഫോട്ടോസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് എന്താ പറയുക, ഫുൾ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അതിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അടിയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, ലോങ് വീഡിയോ ആയിരുന്നു ഇങ്ങനെ എടുക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഓരോന്നോരോന്നായിട്ടുള്ള എടുത്തിട്ടുള്ള ഫോട്ടോസും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.